ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു ബ്രോക്കലിയുടെ ഡിഷാണ് ഉണ്ടാക്കുന്നത്. സ്ക്രാമ്പിൾഡ് ബ്രോക്കലി. आज हम बनाने जा रहे स्क्रैम्बल्ड ब्रोकली. दिखाएंगे कैसे. ബ്രോക്കലി ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ബ്രോക്കലി अच्छे से धो के रखा है. अभी कटिंग करना है. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല കട്ടിയുള്ള ഇലകളൊക്കെ മാറ്റാം. മൂത്ത ഇലകൾ ज़्यादा मोटा वाला पत्ता सब हटा के रखेंगे. इसके बाद छोटा छोटा काटना है. फूल अलग करना है. आदि നമുക്ക് പൂ മാറ്റിയെടുക്കാം. इसके बाद देखिए पेटल्स कटिंग करना है. നമ്മുടെ പെറ്റൽസ് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ തോരനൊക്കെ അരിയുന്ന പോലെ एकदम बारीक कटना है. बाकी भी छोटा छोटा काट के दीजिए. ബാക്കി ചെറുതായിട്ട് തോരൻ അരിയുന്ന പോലെ നമുക്കിത് അരിഞ്ഞെടുക്കാം. ബാക്കി നല്ല കട്ടിയുള്ള പീസ് വരുമ്പോൾ നമുക്കിത് കൊത്തി അരിഞ്ഞെടുക്കണം ചെറുതാക്കാൻ വേണ്ടിയിട്ട്. मोटा पीस आने का टाइम थोड़ा ऐसे करके कटिंग करना है. एकदम छोटा छोटा काटना है. बाकी भी काट के रखेंगे. നമുക്ക് ബാക്കിയും കൂടെ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. ബ്രോക്കലി ഞാൻ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ ആയിട്ടുള്ള ലീവ്സ് ചെറിയ തളിരില എല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. टेंडर लीव्स भी छोटा छोटा काट के रखा है. अभी हम गार्डन से निकाल दिया है स्प्रिंग ओनियन. നമുക്ക് ഇതും കൂടെ स्प्रिंग ओनियन കൂടെ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. स्प्रिंग ओनियन भी छोटा छोटा काट के लेंगे. നമ്മുടെ स्प्रिंग ओनियन നല്ലതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. स्प्रिंग ओनियन छोटा छोटा काट के रखा है. अभी एक पैन रखा है. ഒരു പാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ सरसों तेल डाला है. ഞാൻ കടുകെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അവനവന് ഇഷ്ടമുള്ള എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞു. तेल गरम हो गया. थोड़ा सरसों डालना है. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. हरी मिर्च 2 പച്ചമുളക്, അദ്രക്, ഇഞ്ചി 3 സവോളയാണ്, 3 प्याज. थोड़ा फ्राई करना है. നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. अभी स्प्रिंग ओनियन डालना है. നമുക്ക് സ്പ്രിംഗ് ഓണിയൻ നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചതാണ്. ബഗാൻസെ ലേക്ക് ആയ എല്ലാം കുറച്ച് ഫ്രൈ ആയി കഴിഞ്ഞ് थोड़ा थोड़ा फ्राई हो गया. अभी ब्रोकली डालना है. നമുക്ക് ബ്രോക്കലി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. इसका पत्ता भी डालना है. अच्छे मिक्स कर दीजिएगा. നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ചെടുക്കണം. इसका पानी थोड़ा सूखने के लिए रखेंगे. നല്ലതായിട്ട് വെള്ളം പറ്റുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ബ്രോക്കലി ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബ്രോക്കലി പോരെ അभी दूसरा एक पैन रखा है. ഞാനൊരു വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂൺ ബട്ടർ डालते. बटर मेल्ट ആയി കഴിഞ്ഞ് बटर मेल्ट हो गया. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. 1 टीस्पून गोल मिर्ची का पाउडर डाल रहे. 1 टीस्पून हल्दी पाउडर, 1 टीस्पून हल्दी. മഞ്ഞൾ പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/2 टीस्पून सॉल्ट. നന്നായിട്ട് മിക്സ് ചെയ്യുക. अच्छे से मिक्स कर लिया. अभी इसमें डाल रहे अंडा. മുട്ട നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ 4 മുട്ടയാണ് ഇടുന്നത്. 4 अंडा डाल रहे. अच्छे से मिक्स कर दीजिएगा. നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. अच्छे से मिक्स करके फ्राई करना है. മുട്ട നമുക്ക് ചെറിയ തീയിലിട്ട് വേറൊരു അടുപ്പിലിട്ട് മാറ്റി വെക്കാം. अंडा एकदम अलग करके दूसरा एक चूल्हा में डाला है. लो फ्लेम में डाल के रखा है. लो ഫ്ലെയിമിലിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി കഴിഞ്ഞു. इसका पानी पूरा सूख गया है. നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. इसमें नमक डालें. थोड़ा सा हल्दी और കുറച്ച് മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. अच्छे से मिक्स करना है. अच्छे से मिक्स कर दीजिएगा. ब्रोकली വെന്ത് കഴിഞ്ഞു. अच्छे से पक गया है ब्रोकली. अभी ये अंडा इसमें डालते हैं. मुट्टा नमक
ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. अच्छे मिक्स कर दीजिए. ब्रोकली रेडी आई കഴിഞ്ഞു. ब्रोकली रेडी हो गया. अभी थोड़ा से बटर डालना है. നമുക്ക് ഒരു ഇത്തിരി ബട്ടർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സർവിംഗ് ഡിഷിനകത്തോട്ട് മാറ്റാം. अच्छे से मिक्स करके सर्विंग डिश में डालेंगे. स्क्रैम्बल ब्रोकली रेडी आई കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. स्क्रैम्बल ब्रोकली रेडी हो गया. बहुत बढ़िया टेस्ट है. रोटी और चावल का साथ बहुत बढ़िया कॉम्बिनेशन है. നമ്മുടെ റൊട്ടിക്കും ചോറിനും എല്ലാം നല്ല കോമ്പിനേഷൻ ആണ്. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. एक बार थोड़ा ट्राई करके देखिएगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.